അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ സിൽക്കി കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 1969 റേഞ്ചിലോട്ടാട്ടോ. ഈ ഒരു റേഞ്ചിൽ നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇത്. അതുപോലെ തന്നെ ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് വന്നിട്ടുള്ള വേറൊരു ഡിസൈൻ. ഇതെല്ലാം പേസ്റ്റൽ ടോൺസിൽ വന്നിട്ടുള്ള കളേഴ്സാണ്. അപ്പോൾ നമുക്ക് ഓരോ ഡിസൈൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു സിൽക്കി കോട്ടയിലുള്ള പാറ്റേൺ തന്നെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ആ ഒരു സിൽക്കി കോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പ്യുവർ സിൽക്ക് കോട്ട ഉണ്ടല്ലോ, ആ ഒരു ഫിനിഷിലാണ് ഇത് വന്നിരിക്കുന്നത്. അത്ര നല്ല സോഫ്റ്റാണ്, നല്ല ഫിനിഷിംഗ് ആണ്. സ്റ്റിച്ച് ചെയ്താലും നല്ല ഒതുങ്ങി കിടക്കുന്നതാണ്. അത് കണ്ടാൽ തന്നെയും ശരിക്കുള്ള ടസർ കോട്ടയുടെ ഒരു ഫിനിഷാണ് ഇന്ന് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ഡിജിറ്റൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ചെറിയ ഫ്ലവേഴ്സും അതിൻ്റെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള മിറേഴ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ യോക്കിലേക്ക് നെക്കിന് ചുറ്റുമായിട്ട് ഷുഗർ ബീഡ്സിൻ്റെ വർക്ക്, ആ സെൽഫായിട്ടുള്ള ഷെയ്ഡ് ഉപയോഗിച്ചിട്ടുള്ള ഷുഗർ ബീഡ് ത്രെഡ് വർക്കും, പിന്നെ രണ്ട് ബഞ്ച് ഓഫ് ഫ്ലവർ പാറ്റേണും അതും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള മിറർ വർക്കും. അങ്ങനെ ഓവറോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്. ബാക്ക് സൈഡിലും ആ ഒരു ഡിജിറ്റൽ പ്രിൻറ്റഡ് പാറ്റേൺ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ ഓവറോൾ വരുന്നത്. അടുത്തതിൻ്റെ ദുപ്പട്ടയാണ്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. സെയിം മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ട. ചുറ്റും സ്കാല പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെ ചുറ്റും ഒരു ബോർഡർ പോലെയും സ്കാറ്റേഡ് ആയിട്ടുള്ള ചെറിയ ഫ്ലവേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മിൻറ്റ് ഗ്രീൻ ടോണിലോട്ടാണ് വരുന്നത്. അതിലോട്ട് ഒരു പിങ്കിൻ്റെയും പീച്ചിൻ്റെയും ഒക്കെ കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ ഡിസൈൻ വരുന്നു. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത്. ബോട്ടം വരുന്ന സിന്തറ്റിക് സിൽക്കിലാട്ടോ ഇതിൽ പെയർ ചെയ്തേക്കുന്ന സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ വരും. അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നത് സിൽവറിഷ് ഗ്രീൻ ടോണിലോട്ടാണ്. സെയിം ഡിസൈൻ തന്നെ. ഈവൻ ആ ഫ്ലോറൽ പാറ്റേണിലുള്ള കളേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ദുപ്പട്ടയുടെ എൻഡിലോട്ട് ഇതുപോലെ ഇങ്ങനെ വലിയ ഫ്ലോറൽ ഡിസൈനും വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എൻഡ് പോർഷനിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ ഡിസൈൻ കാണാനായിട്ട്. ഇതിൽ ഈ ഒരു ഷെയ്ഡ് വരുമ്പോൾ ഒരു ലൈറ്റ് ഹെദർ പേർപ്പിൾ ആട്ടോ. ഹെദർ പേർപ്പിളിൻ്റെ വളരെ ലൈറ്റ് ഷെയ്ഡ് നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരു പിങ്കും ഹെദർ പേർപ്പിളൊക്കെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ള നല്ലൊരു ഷെയ്ഡാണ്. പിന്നെ എൻഡിലേക്കുള്ള ആ വലിയ ഫ്ലോറൽ ഡിസൈനും ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ്. പിന്നെ ഇതിലേക്കൊരു യെല്ലോ ടോണാണ് അതിൻ്റെ ആ ഒരു കോമ്പിനേഷനിൽ വന്നിരിക്കുന്നത്. ഒരു പിങ്ക് പീച്ചും യെല്ലോ ഷെയ്ഡിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഫ്ലോറൽ ഡിസൈനിൽ. ഈ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് മെഹന്തി ഗ്രീൻ, ഒരു ലൈറ്റ് മെഹന്തി ഗ്രീൻ ടോണിലോട്ട്. 4 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് ഞാൻ പറഞ്ഞല്ലോ 1969 റേഞ്ചിലോട്ടാണ് ഇതിൻ്റെ സെറ്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് ഇനി നമ്മൾ കാണുന്നത്. ഇപ്പോൾ ലിനൻ കോട്ടൻ്റെ തന്നെ പല പല ക്വാളിറ്റി ഉണ്ടല്ലോ. ഈ ഒരു ലിനൻ കോട്ടൺ കുറച്ചുകൂടെ കൂടുതൽ ഗ്രാം വൈസ് ഉള്ള ഒരു മെറ്റീരിയലാണ്. ലിനൻ കോട്ടണിൽ ഈ ഒരു ഷെയ്ഡ് വന്നേക്കുന്ന ഒരു ലൈറ്റ് പെയിൽ യെല്ലോ ആണ്. ഇതിൻ്റെ ആ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഇതിൻ്റെ ഹെം ലൈനിലോട്ടുള്ള എംബ്രോയ്ഡറി, അതിലോട്ടൊരു ഫ്ലോറൽ പാറ്റേൺ മൾട്ടി കളേഴ്സിൽ വന്നിട്ടുണ്ട്. ആ ഫ്ലോറൽ ഡിസൈനും ലീഫും എല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ട് ഔട്ട്ലൈൻ വർക്ക് മെഷീൻ എംബ്രോയ്ഡറി ആയിട്ട് ചെയ്തിട്ട് പിന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ചെറിയ സീക്വൻസ് വർക്ക് അതാണ് ഇതിൽ വരുന്നത്. ഹെം ലൈനിലോട്ട് ക്രോഷ്യ ലേസും വരുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡ് ഫുൾ ആ ഒരു പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ബാക്ക് സൈഡിലും ക്രോഷ്യ ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് ദുപ്പട്ട വന്നേക്കുന്നത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ലിനൻ കോട്ടണിലാണ്. കുറച്ചുകൂടെ ഗ്രാം വൈസ് കുറച്ചുകൂടെ കനം കുറഞ്ഞിട്ടാണ് വരുന്നത്. അതിലേക്ക് ഫുള്ളി ആ ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത്. അത് ഡിജിറ്റൽ പ്രിൻ്റ് ആയിട്ട് തന്നെ ചുറ്റും വരുന്നുണ്ട്. എൻഡിലേക്ക് ഇങ്ങനെ ടാസൽസും കെട്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്ന യെല്ലോ ഷെയ്ഡിലേക്ക് സിന്തറ്റിക് സിൽക്ക് ഫാബ്രിക്കിലാണ് വരുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നത്. അടുത്ത ഷെയ്ഡ് ഒരു ബേബി ബ്ലൂ ടോണിലോട്ടാട്ടോ വരുന്നത്. സെയിം പാറ്റേണിൽ തന്നെ ഫ്ലോറൽ ഡിസൈനും എല്ലാം അതേപോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രൈസ് റേഞ്ച് വരുമ്പോൾ 2349 ആണ് കേട്ടോ ഈ സെറ്റുകളിൽ വന്നേക്കുന്ന റേറ്റ്. സിൽവറിഷ് ഗ്രേ ടോണിലോട്ടാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ സെയിം ഈ ഫ്ലോറൽ ഡിസൈൻ എല്ലാത്തിലും ഒരേ കളർ കോമ്പിനേഷനാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. സെയിം ഡിസൈൻ തന്നെയാണ്. ലാസ്റ്റ് ഷെയ്ഡ് ഇതിൽ വന്നിരിക്കുന്നത് ഒരു പിങ്ക് പീച്ച് ടോണിലോട്ടാണ്. അങ്ങനെ 4 കളേഴ്സാണ് നമുക്ക് ഈ ഡിസൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് വരുമ്പോൾ 2349 റേഞ്ചിലോട്ട്. പ്രോഡക്റ്റ് ഇന്ന് കാണിച്ച ഡിസൈൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. www.dcdclothing.store.